ഒന്നാം പിണറായി സർക്കാർ കടന്നുപോയ 2-3 പ്രതിസന്ധികളുണ്ട്. ഒക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ 2 പ്രളയം വന്നു, പിന്നെ കോവിഡ് പോലൊരു വലിയ മഹാമാരി വന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ റവന്യൂ വരുമാനത്തെ അത് ബാധിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കിഫ്ബി വഴിയുണ്ടായ ഈ ഓഫ് ബജറ്റ് ബോറോയിങ്ങുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് വന്നു. ഈ രീതിയിലേക്കുള്ള പ്രതിസന്ധികൾ വന്നു. പിന്നെ താങ്കൾ ഇത് ഏറ്റെടുക്കുന്നത് വഴിയാണ് പിന്നീട് ഒരു സ്റ്റെബിലൈസേഷൻ പ്രോസസ്സ് നടക്കുക. യഥാർത്ഥത്തിൽ ഒരു സ്റ്റെബിലൈസേഷൻ ഓഫ് എക്കോണമിയാണ് നടന്നിരിക്കുന്നത്. അതായത് ഇപ്പം ട്രഷറിയൊക്കെ 10 ലക്ഷം രൂപ വരെയുള്ള പിന്നെ ഇതിനൊക്കെ അവിടം വരെ ഉള്ള നിയന്ത്രണമാണ് വെച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ ട്രഷറി പൂട്ടിയിട്ടില്ല എന്നുള്ള സാഹചര്യം വന്നു. ഈ പറഞ്ഞ പല കാര്യങ്ങളിനകത്തും വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞു, സാമൂഹിക ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞു, ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ താങ്കൾ ഭാവന ചെയ്ത പദ്ധതികളുണ്ട്. ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് 62 ലക്ഷം പേർക്ക് നിങ്ങൾ 2000 രൂപ വെച്ച് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ. ഒരു 13,000 കോടി രൂപ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തണം എന്നുള്ളതാണ്. ഈ പറയുന്ന 30 ലക്ഷത്തോളം സ്ത്രീകൾക്ക് പൈസ കൊടുക്കാൻ പോകുന്നു, 1000 രൂപ വെച്ച് കൊടുത്തു തുടങ്ങി ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ യുവാക്കൾക്ക് കൊടുക്കുന്നു. ഈ രീതിയിൽ വരുമ്പോൾ വരാനിരിക്കുന്ന സാമ്പത്തിക ബാധ്യതയെ ഏറ്റെടുക്കാൻ കഴിയുന്ന നിലവാരത്തിൽ സ്റ്റേറ്റിൻ്റെ ഒരു എക്കണോമി സ്ട്രോങ് ആണ്. നമ്മുടെ ബോറോയിങ് ആയിരുന്നു ഏറ്റവും വലിയ ഒരു ആരോപണമായിട്ട് എല്ലാവരും പറയുന്നത്. കടമല്ലാതെ വർദ്ധിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കിൽ തന്നെ കോവിഡ് സമയത്ത് മിക്കവാറും പല സ്റ്റേറ്റുകളുടെയും കടം ആകെ നമ്മുടെ GSDP ഒരു വർഷത്തെ ആകെ ആഭ്യന്തര വരുമാനത്തിന്റെ 30% അടുത്ത് നിൽക്കണം എന്നാണ് കണക്ക്. കോവിഡ് സമയത്ത് അത് 39, 40 ആയി. ഇന്ത്യ ഗവൺമെന്റ് 59 ആണ്. 38 വരെ പോയിരുന്നു നമ്മുടെ. അത് ഏറ്റവും കുറച്ചുകൊണ്ട് വന്ന സ്റ്റേറ്റുകളിൽ മുൻപന്തിൽ നമ്മൾ 34% കുറഞ്ഞിട്ടുണ്ട്. അത് AGയുടെയും സെൻട്രൽ ഗവൺമെന്റ് അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ കൊടുത്ത മറുപടിയിലൊക്കെ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ കൊടുത്ത മറുപടിയിലൊക്കെ കേരളത്തിന്റെ ആ മെച്ചം വന്നിട്ടുണ്ട്. കടത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും താഴെയല്ല, നമ്മൾ കുറച്ച് മെച്ചപ്പെട്ട തരത്തിലേക്ക് ഇത് കുറച്ചുകൊണ്ടിരുന്നതിൽ ഏറ്റവും മുൻപ് വന്നു എന്നുള്ള കണക്കുണ്ട്. വാസ്തവത്തിൽ എടുത്തു പറയുകയും ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതാണ്, ധനകാര്യ വകുപ്പിനെ അഭിനന്ദിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കടത്തിന്റെ കാര്യത്തിൽ വന്ന കുറവ്. കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള കണക്കുകൾ ഞാൻ എടുത്തായിരുന്നു. വിവിധ ഗവൺമെന്റ്, അതെ, ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ ഓരോ പീരീഡ് അല്ലെങ്കിൽ ഓരോ ഗവൺമെന്റ് പീരീഡ്, ഓരോ 5 വർഷം കഴിയുമ്പോഴും ആഭ്യന്തര കടം ഒരു 90% or 100% ഇൻക്രീസ് ചെയ്യും. VS ഗവൺമെന്റിന്റെ അവസാനം 80,000 കോടിയായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാനം അത് 1,56,000 കോടിയായി. ഒന്നാം പിണറായി സർക്കാർ ഐസക് മന്ത്രിയായിരുന്ന ആ സമയം കോവിഡ് എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ അവസാനം അത് 3 ലക്ഷത്തിനടുത്തെത്തി. അപ്പൊ ഇങ്ങനെ ഈ സമയം വരുമ്പോൾ അത് 6 ലക്ഷം കോടി ആവണം. അതുകൊണ്ടാണ് ചില പ്രഗത്ഭരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരൊക്കെ ആയിട്ട് സാധാരണ ഗവൺമെന്റിനെ നല്ലാതെ വിമർശിക്കുന്നുള്ളൂ പറഞ്ഞുകൊണ്ട് ഇവരുടെ കടം 6 ലക്ഷം കോടിയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 6 ലക്ഷം കോടിയാണ് ആയിട്ടുണ്ടെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് അവസാനം ആകുമ്പോൾ അത് 4,70,000 കോടിക്ക് അപ്പുറം പോവില്ല. അപ്പോൾ സാധാരണഗതി കിട്ടുന്നതിനേക്കാളും 1,4 ലക്ഷം കോടി രൂപ ബോറോയിങ് മാത്രം വെട്ടിക്കുറയ്ക്കപ്പെട്ടു. പല റീസൺസ് ഉണ്ട്. അത് പബ്ലിക് അക്കൗണ്ട് ട്രഷറി രീതിപ്പെടുത്തി, പഴയ കടങ്ങളെല്ലാം വെട്ടിക്കുറച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ കിഫ്ബി പെൻഷൻ കമ്പനികളെല്ലാം കുറച്ചു. ഇതെല്ലാം കൊണ്ട് ഞങ്ങളെ വല്ലാതെ പരിഞ്ഞു മുറുക്കി. സാധാരണഗതിയിൽ എനിക്ക് മുമ്പുള്ള എല്ലാ ധനകാര്യമന്ത്രിമാർക്കും കിട്ടിയിരുന്ന ആനുകൂല്യമാണ് ഈ പറഞ്ഞ കടം എടുക്കാനുള്ള അവകാശം. ആ കടം എടുക്കാനുള്ള അവകാശത്തിൽ 1,4 ലക്ഷം 1,25,000 കോടി രൂപ രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വർഷം 25,000 കോടിയുടെ റേറ്റ് കുറഞ്ഞു. എന്നിട്ടും ഇവരിങ്ങനെ ശ്വാസം പൊട്ടിച്ചിട്ടും നമ്മൾ പിടിച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ള കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഒരു 4.62 lakh crore ആയിട്ടുണ്ട് നിങ്ങളുടെ ഈ പറയുന്ന പൊതുകടം എന്ന് പറയുന്നത്. 4.62 ആയിട്ടുണ്ട്. അത് ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം ഒരു 4.7 ലക്ഷം കോടിയിൽ നിൽക്കും എന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങൾ ഇനിയും കടമെടുക്കാൻ പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, അടുത്ത പിന്നെ സാമ്പത്തിക വർഷത്തിലേക്കുള്ള കടക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 6 ലക്ഷം എത്തുമല്ലോ? അങ്ങനെയാണ്? എത്തില്ല. ഞാൻ പറയുന്നതല്ലേ ഗ്യാരണ്ടി? കറക്റ്റ്. അതായത് ഞാൻ പറയുന്നതാണല്ലോ അതിനകത്ത് ഗ്യാരണ്ടി. അതിനകത്ത് ഇനി ഈ വർഷം എത്രയും കൊണ്ട് കിട്ടാനുണ്ട്, എത്ര കിട്ടുമെന്ന് എനിക്കറിയാമല്ലോ. കാരണം 5 വർഷക്കാലം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ 5 വർഷക്കാലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. ഇനി അടുത്തൊരു 4-5 മാസം 5-6 മാസക്കാലത്തെ കാര്യം ചെയ്യുന്നതിനെ പറ്റി ഒരു ധാരണയുണ്ട്. അതനുസരിച്ചാണ് പോകുന്നത്. എപ്പോഴും ഈ ധാരണകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം, നമ്മുടെ സ്റ്റേറ്റിന്റെ സ്ഥിതി എല്ലാം ചേർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണയിലാണ് ഞാൻ പറയുന്നത്. 4,70,000 കോടിക്ക് അടുത്ത്, ചിലപ്പം 5 കോടിയോ അല്ല 5,000 കോടിയോ 5 ലക്ഷത്തിലേക്ക് എത്തില്ല. 5 ലക്ഷത്തിലേക്ക് കിട്ടേണ്ടതാണ്, അവർ തരുന്നില്ല. തരേണ്ടതാണ്, എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്നത്, നമുക്ക് തരുന്നില്ല. എന്തായാലും അത് വരട്ടെ. സുപ്രീം കോടതിയിൽ കേസ് കിടക്കുകയാണ് ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ. ഇനി എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ കമ്മീഷൻ, കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ കേരളത്തോടെ ചെയ്തത് ഏറ്റവും വലിയ ഒരു തെറ്റായ കാര്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. 1.92 അല്ലേ? 1.92 3.8 ഉണ്ടായിരുന്നിടത്തുനിന്ന് 1.92ലേക്ക് 50%. 4 കമ്മീഷനുണ്ട്. തൊട്ടുമുമ്പത്തെ ധനകാര്യ കമ്മീഷനുമായിട്ട് നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് ഒരു വർഷം 8,000-9,000 കോടി കുറവാണ്. ഈ വർഷം എല്ലാ കാര്യവും എല്ലാവരും, കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്നിട്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള കാര്യം ഇതാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, ഇതൊക്കെ നമുക്ക് തരേണ്ടതാണ്. ഇനി അടുത്ത ഈ 16ാം ധനകാര്യ കമ്മീഷനിലാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലേ? ധനകാര്യ കമ്മീഷന്റെ കാര്യത്തിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതീക്ഷയാണ്. കിട്ടേണ്ട നമ്മുടെ വിഹിതം കിട്ടിയില്ലെങ്കിൽ ആരെയാണ് ബാധിക്കുന്നത്? കേരളത്തിലെ ആളുകളെയല്ലേ ബാധിക്കുന്നത്.